അത് എൻ്റെ പഠന വൈകല്യത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്നാൽ അസഹിഷ്ണുവായ എൻ്റെ അധ്യാപിക റൂളർ കൊണ്ട് എൻ്റെ കുഞ്ഞു വിരലുകൾ അടിച്ചിരുന്നു. പഠന വൈകല്യം കൊണ്ട് വലഞ്ഞിരുന്ന തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുക്കുന്നത് അമേരിക്കൻ വൈദികനായ ആൻഡ്രൂ ഗ്രീലെയാണ്. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുണ്ടാകണമെന്ന സന്ദേശത്തോടെ ലൈവ് ഡോക്ടേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ പഠന വൈകല്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളുമാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് റിനായി മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ യു വിവേകാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ആ തുടക്കം പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം ആർത്തുല്ലസിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ കുഞ്ഞു കാലത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വേദനകളും അവരുടെ ഭാവിയിൽ അവരെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കേട്ട ഒരു വാർത്തയാണ്, SSLC പരീക്ഷ എഴുതുന്നതിനൊരു കുട്ടിക്ക് ശൗചാലയത്തിൽ പോകണമെന്നൊരു ആവശ്യം വന്നു. അധ്യാപിക അത് ഡിനൈ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പരിധിവരെ ഏറ്റവും ഏർലിയായിട്ട് കണ്ടെത്താൻ കഴിയുന്നതും അത് പേരൻസിനോട് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റിലേക്ക് വിടേണ്ടതും അധ്യാപകരുടെ കർത്തവ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടർ തന്നെ അത് പറയുകയാണെങ്കിൽ പല അധ്യാപകർക്കും അവരുടെ ഈ ഒരു അസഹിഷ്ണുത, അദ്ദേഹം ഒരു വൈദികനായ ശേഷവും ആ കുഞ്ഞിലത്തെ ആ അനുഭവം ഓർത്തെടുക്കുകയാണ്. തീർച്ചയായും ഈ നമ്മളെ ചെറുപ്രായത്തിൽ വരുന്ന അനുഭവങ്ങൾ നമ്മുടെ മുതിർന്ന കാലങ്ങളിൽ ബാധിക്കാം. പല പ്രശ്നങ്ങളും, ഇപ്പോൾ പല മാനസിക പ്രശ്നങ്ങളായിട്ട് ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ചെറിയ ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങൾ, ചൈൽഡ്ഹുഡ് പ്രോബ്ലംസ്, ചൈൽഡ്ഹുഡ് അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വന്ന ചൈൽഡ്ഹുഡ് അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കാതെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവാം. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരുന്നത് മിക്കവാറും ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാകുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഒന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഒരു കാര്യമായ പ്രശ്നം സ്കൂളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രശ്നം ഉണ്ടാവുക, അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷേ എല്ലാം ഇത് അല്ലെങ്കിൽ വരുന്നേക്കാട്ട് മുമ്പേ നമ്മളത് പരിഹരിച്ച് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏർലി വാർണിംഗ് സൈൻസ് എന്ന് പറയും. പക്ഷേ ഇതെല്ലാം കാണും, പക്ഷേ ശരിയാവും, നാളെ മാറും എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു കൗൺസിലർ എന്ന് പറയും. കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു തെറ്റിയൊരു വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കൗൺസിലറാവും. നമ്മുടെ അച്ഛനമ്മമാർക്ക് കൗൺസിലറാവും, അങ്കിൾസ് ആൻറ്റീസിനാവാം, അപ്പുറത്തെ നെയ്ബറിനാവാം, ടീച്ചറിനാവാം, എനിബഡി. പക്ഷേ അത് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടൊരു അഡ്വൈസ് കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും അത് ആക്ച്വലി ഒരു ഓപ്പോസിറ്റ് കൗണ്ടർ ആയിട്ടുള്ള ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലെവലിൽ പരിഹരിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റ് പോലെ ഒരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ആൻഡ് തീർച്ചയായിട്ടും കുട്ടികളിലുള്ള പഠന പ്രശ്നം, സ്വഭാവ പ്രശ്നം വർദ്ധിച്ചു വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി, മറ്റേ ആ പേരൻറ്റിങ്, അവരെ വളർത്തുന്ന രീതി, ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സമയമില്ല. കുട്ടികളുടെ പ്രശ്നങ്ങൾ അച്ഛനമ്മമാരൊഴികെ ബാക്കി എല്ലാവരും അറിഞ്ഞു. പലപ്പോഴും ദേ ആർ ദ ലാസ്റ്റ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരാണ് ലാസ്റ്റ് ആൾ അറിയുന്നത്. പലപ്പോഴും ഞെട്ടലൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് പല കേസുകളിൽ ഇപ്പോൾ കുട്ടികളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ വളരെ കൂടി വരികയാണ്. അച്ഛനമ്മമാരാണ് ലാസ്റ്റ് ആൾ അറിയുന്നത്. വളരെ അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ നടക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മൾ കണ്ടുവരികയാണ്. അതെ, ഈ അമീർ ഖാന്റെ ചിത്രമായ താരേ സമീൻ പേ ഇറങ്ങിയതിന് ശേഷമാണ് ഡിസ്ലെക്സിയ എന്ന വാക്ക് നമുക്ക് കൂടുതൽ കോമൺ ആകുന്നു. അപ്പോൾ അതുവരെ ഈ പറഞ്ഞതുപോലെ ബി എന്ന് പറയുന്നത് 9 എന്ന് എഴുതുന്ന കുഞ്ഞിനെയും, പാ എന്ന് പറയുന്നത് വായെന്ന് എഴുതുന്ന കുഞ്ഞിനെയും, തറ എന്നുള്ളത് റത എന്ന് വായിക്കുന്ന കുഞ്ഞിനെയും ഒക്കെ നമ്മളങ്ങ് ബ്രാൻഡ് ചെയ്യുകയാണ്. ഇവൻ ഇത്തരത്തിലാണ്, മണ്ടനാണ്. എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിലൊക്കെ ഈ പഠിക്കാൻ പിന്നാക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം ഒരു ക്ലാസ്സിലാക്കുന്നു, എന്നിട്ട് അവരെ മണ്ടൻ ക്ലാസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് മാറിയിട്ട് ഒരു അധ്യാപികയ്ക്ക് ഏത് രീതിയിലൊക്കെ ഇത് കണ്ടെത്താൻ കഴിയും? ഈ കുട്ടികളെ അച്ഛനമ്മമാരും അതേപോലെ ടീച്ചേഴ്സ് കാണുമ്പോൾ മണ്ടൻ, മടിയൻ, അഹങ്കാരി ഇങ്ങനത്തെയൊക്കെയാണ് ലേബിൾ വരുന്നത്. അപ്പോൾ ഈ കുട്ടി ഇത് വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഈ പഠന പ്രശ്നങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ബുദ്ധിശക്തിയിൽ പ്രശ്നം കൊണ്ട്. ഇപ്പോൾ ബുദ്ധിശക്തിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ IQ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊരു 100 മീറ്റർ ഓടുമ്പോൾ 10 മീറ്റർ പിന്നിൽ നിന്ന് ഓടിയാൽ എന്താ പറ്റുക? ഓടിയെത്തില്ല. അപ്പോൾ അവർ ബാക്കിലേക്കാവും. അതാണ് ഒരു റീസൺ. രണ്ടാമതാണ് ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പറഞ്ഞാൽ ശ്രദ്ധക്കുറവ്, പിരിവിരിപ്പ്, അമിത വാശി, എടുത്തിയാട്ടം, നിർബന്ധ ബുദ്ധി.
അപ്പോൾ ഈ ഗ്രൂപ്പ് കുട്ടികളിലും പഠന പ്രശ്നങ്ങൾ കാണാം. ചിലപ്പോൾ ബുദ്ധിശക്തിയിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇതുണ്ടാവും. പിന്നെ ഉള്ളതാണ് നിങ്ങൾ പറഞ്ഞ പോലെ ലേണിംഗ് ഡിസോർഡർ. ഈ ലേണിംഗ് ഡിസോർഡറിൻ്റെ ഫസ്റ്റ് സൈനാണ് ഇപ്പോൾ LKG UKG 1ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഈ 6, 9 ആവുക, BD ആവുക. അതിനാണ് മിറർ റൈറ്റിംഗ്, അങ്ങനെ കണ്ണാടിയിൽ കാണുന്ന പോലെ തിരിഞ്ഞും മറിഞ്ഞും പോവുക. കുറച്ചും കൂടി വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലേണിംഗ് നമുക്ക് അതിലേക്ക് തിരികെ വരാം. നമുക്കൊരു കോളർ ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് പ്രദീപാണ്. പ്രദീപ്, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ. പറയൂ സാർ. അതെ, എൻ്റെ പേര് പ്രദീപ് എന്നാണ്. മകൻ പറയൂ. മകൻ 1ലാണ് പഠിക്കുന്നത്. അവന് എന്താ ഇത് പറയുമ്പോ എനിക്കിതിങ്ങനെ ചോദിക്കാമോന്ന് എനിക്ക് അറിയില്ല. കാരണം പറഞ്ഞോളൂ, എന്താണെങ്കിലും 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ആൾക്ക് ഭയങ്കര മടിയാണ് അവന്. മടി എന്ന് പറഞ്ഞാൽ അവന് കിട്ടാത്ത കുട്ടിയൊന്നല്ല, പക്ഷെ അവന് നമ്മളിപ്പോ എന്ത് പറഞ്ഞു കൊടുത്താലും അവനത് അറിയും, അപ്പൊ മനസ്സിലാക്കും. കുറച്ച് എനിക്ക് ചോദിച്ചാൽ പിന്നെ അവനത് കിട്ടില്ല. പറഞ്ഞു കൊടുത്ത കാര്യം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഓർമ്മ വരുന്നില്ല, പഠിച്ച കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ എഫേർട്ടും ഭയങ്കരമായി കൂടുക അല്ലെ, നമ്മൾ ഇടുന്ന എഫേർട്ട് ഒന്നും പുറത്ത് കാണുന്നില്ല അല്ലെ. അല്ല, പിന്നെ ഇപ്പൊ നമുക്കിപ്പോ വൈഫിനൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ശരിക്കും പ്രഷർ ആവും അങ്ങനെ പഠിപ്പിക്കുമ്പോ. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് പിന്നെ പരീക്ഷ എന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടിയെക്കാട്ട് അമ്മയ്ക്കാണ് ഇപ്പൊ ബുദ്ധിമുട്ട് അല്ലേ. അതെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഭയങ്കര വിഷമാവുക. അവനെ ഈ പറഞ്ഞ പോലെ എന്താ ടീച്ചർ പറയും അവന് കുഴപ്പമൊന്നുമില്ല, അവന് ഭയങ്കര മടിയാണ് എഴുതാനൊക്കെ ആണെങ്കിലും. അവന് LKG അങ്ങനെ UKG ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില പഠന പ്രശ്നമായിട്ടാണ് അത് പുറത്ത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു IQ ടെസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി എത്രയാണ് ലെവൽ എന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് കുട്ടിക്കുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. 2, ഈ ADHD ശ്രദ്ധക്കുറവിൻ്റെ കൂടെ പിരിവിരിപ്പ്, വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി ഉണ്ടോ എന്ന് നോക്കണം. മൈൽഡ് കേസുകളാണെങ്കിൽ നമുക്ക് ചില വേറെ ടെക്നിക്സ് മതി. പക്ഷേ ഒരു മോഡറേറ്റ് സിവിയർ, അതിന് കുറച്ചും കൂടി തീവ്രമായിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ബുദ്ധി കൂട്ടാനല്ല, പക്ഷേ ശ്രദ്ധ കൂട്ടാൻ. ശ്രദ്ധ കൂട്ടിയാൽ കുട്ടിക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. 3ാമത് ഈ പഠന വൈകല്യം, അതുകൊണ്ടാണ് സ്ലോ ആണ്, മടിയനാണെന്നൊക്കെ പറയുന്നത്, നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആവുന്ന ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് സ്കൂളിലെ പോർഷൻസ് അല്ല, ആ ബേസിക് ഫണ്ടമെൻ്റൽസ് ശരിയാക്കാനുള്ള ചില രീതികൾ. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഈ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 1ാം ക്ലാസ്സിലായ കുട്ടി തന്നെ ഏകദേശം 6 വയസ്സ് 7 വയസ്സായ കുട്ടിയായിരിക്കും. ആ പ്രായത്തിൽ തന്നെ നമ്മൾ കൊണ്ട് കാണിക്കണം. അപ്പോൾ ഒരു നിങ്ങളുടെ അടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം. പലപ്പോഴും 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഈ 6 വയസ്സ് തൊട്ട് 10 വയസ്സിലാണ് കുട്ടിയുടെ ബേസ് ശരിയാവണം, ആ ഫൗണ്ടേഷൻ ശരിയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ വീക്കായി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ട് വരും. ഈ മണ്ടൻ, മടിയനോ അഹങ്കാരിയോ ഒന്നും ആയിരിക്കില്ല കുട്ടി. ചിലപ്പോൾ കുട്ടിക്ക് ഒരു പഠന വൈകല്യമോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവിൻ്റെ പ്രശ്നമായിരിക്കും. അത് നമുക്ക് നന്നായി മാറ്റാൻ പറ്റാവുന്നൊരു സംഭവമാണ്. മരുന്നും അതിൻ്റെ കൂടെ ചില സ്വഭാവ വ്യത്യാസവും പഠന രീതികളും ചെയ്താൽ. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ആ ഇയർലി സ്റ്റേജിൽ തന്നെ അദ്ദേഹം അത് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു വന്നത് ഈ പഠന വൈകല്യങ്ങളിലെ എഴുത്തിന്റെയും വായനയുടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ 3ാമതുള്ള സംഭവമാണ് ഈ പഠന വൈകല്യം. ഈ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ മറ്റേ ബുദ്ധിയിൽ പ്രശ്നം ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ശ്രദ്ധക്കുറവ് ഉണ്ടാവണില്ല. പക്ഷേ ചില കുട്ടികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട്, ചിലർക്ക് വായിക്കാൻ ബുദ്ധിമുട്ട്, ചിലർക്ക് സംസാരിക്കാൻ, ചിലർക്ക് ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ മാത്സ് ആയിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർക്ക് മലയാളം ആയിരിക്കും, ചിലർക്ക് സാൻസ്ക്രിറ്റ് ആയിരിക്കും, ചിലർക്ക് ഹിന്ദി ആയിരിക്കും. അതാണ് കാണുന്നത്. അതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ മിറർ റൈറ്റിംഗ്, തിരിഞ്ഞും മറിഞ്ഞു എഴുതുക, BD CE 6 9, പിന്നെ നോട്ട്സ് ഇൻകംപ്ലീറ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരിക. അപ്പോൾ ഈ കുട്ടികളെ ബാക്കിയുള്ളവർ ചിത്രീകരിക്കുന്ന മടിയൻ, മണ്ടൻ. അപ്പോൾ അച്ഛനമ്മമാർ എന്ത് ചെയ്യും? ചീത്ത പറയും, അടിക്കും. അപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കോൺഫിഡൻസും കൂടി കുട്ടിയുടെ പോവാണ്. അപ്പോൾ പഠിച്ചതും കൂടി മറന്നു പോവുക. പരീക്ഷയുടെ തലേന്നാകുമ്പോൾ പലപ്പോഴും പല കേസുകളും നമ്മൾ കാണാറുണ്ട്. കുട്ടിക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് രാത്രി ഉറക്കം വരുന്നില്ല, നെഞ്ചിടിപ്പ് വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, കാഷ്വാലിറ്റി പോണു. പിന്നെ ഈ പല കുട്ടികൾക്കും ഇങ്ങനെ ഈ ലേണിംഗ് ഡിസോർഡറുള്ള കുട്ടികൾക്ക് എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ പരീക്ഷ ഭീതി, ഈ SSLC സമയത്ത് ഇഷ്ടംപോലെ കുട്ടികൾക്കത് വരാറുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് വന്നാൽ തന്നെ ബുദ്ധിമുട്ട് വരിക, സ്കൂളിൽ പോകാൻ മടി കാണിക്കുക, പഠിച്ചതൊന്നും തലേ കയറാതിരിക്കുക, എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോവുക അല്ലെങ്കിൽ ബ്ലാങ്ക് ആവുക. അപ്പോൾ ആ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എഫേർട്ട് ഒന്നും പുറത്ത് കാണുന്നില്ല. അപ്പോൾ ആ ലേണിംഗ് ഡിസോർഡർ ഡെഫിനറ്റ്ലി ട്രീറ്റബിൾ ആണ്, മാനേജബിൾ ആണ്. ഇഷ്ടംപോലെ പേർക്ക് ഇതുണ്ട്, കൂടി വരികയാണ്. പക്ഷേ നമുക്കത് പ്രോപ്പർ ടൈമിൽ ചെയ്താൽ. ഇത് സംഭവം തന്നെ ഒരു 6 വയസ്സ് തൊട്ട് 12 വയസ്സിൻ്റെ ഇടയിലാണ് ഈ റെമഡിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ പഠന രീതികൾ ചെയ്യുന്നത്. രണ്ടാമതൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾക്ക് ഈ ലേണിംഗ് ഡിസോർഡർ കണ്ടുപിടിക്കുന്നു, റെമഡിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ ആ പഠന രീതികൾ ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടികളുടെ ശ്രദ്ധ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ സെഷൻ നടത്തുന്നു, 250-300 രൂപ വരെ ചാർജ് ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ശ്രദ്ധ ശരിയായിട്ടില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടിയുടെ ശ്രദ്ധ പോവാണ്.
അപ്പോൾ അവിടെയാണ് ഈ മരുന്നിൻ്റെ റോൾ. മരുന്ന് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ബുദ്ധി നശിപ്പിക്കുകയൊന്നുമല്ല, ശ്രദ്ധ കൂട്ടുക. അല്ലെങ്കിൽ ബുദ്ധി കൂട്ടുക, ബുദ്ധി കുറയ്ക്കാനും ബുദ്ധി നശിപ്പിക്കുകയൊന്നുമല്ല. പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. ശ്രദ്ധ കൂട്ടും. ഈ 5 മിനിറ്റ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു 20-25 മിനിറ്റ് വരെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. 1 മണിക്കൂറല്ല, പക്ഷേ കുറച്ചും കൂടി സമയം ഇരിക്കാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ തലയിൽ കയറാനും അത് റിപ്പീറ്റ് ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും കുട്ടിക്ക്. ഡോക്ടർ, ഒരു കോളറുണ്ട്. കൊല്ലത്ത് നിന്ന് ശാലിനിയാണ്. ശാലിനി, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഡോക്ടറെ, പറയൂ കേൾക്കാം. എന്റെ മോന് 12 വയസ്സാവാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ അക്സെപ്റ്റ് എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അവനാന്ന് വെച്ചാൽ ഈ കുഞ്ഞിലെ ഈ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ഈ പഠിക്കുന്നതിനൊക്കെ ഉള്ള എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വായിക്കുന്നതിന് അപ്രധാനം ബുദ്ധിമുട്ട്. എഴുതുന്നുണ്ട് ആള്. ഇപ്പം കുറെ മുമ്പത്തേക്കും കുറെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന നമുക്ക് IQ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ബോർഡർ ലൈനാന്ന് പറഞ്ഞിട്ടുണ്ട്. IQ ബോർഡർ ലൈനാണ്. പിന്നെ ഈ അന്ന് ആ ഡോക്ടർ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് 18 വയസ്സ് വരെ ഈ ബ്രെയിൻ വളരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് കുട്ടി അതനുസരിച്ച് അങ്ങ് ോളും അങ്ങനെയൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ വായിക്കുന്നതിന് കുറച്ച് കൂട്ടി വായിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. പിന്നെ സ്കൂളിലെന്ന് വെച്ചാല് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടാണ് അവനെ എഴുതിപ്പിക്കുന്നത്. മറ്റുള്ള പിള്ളേരാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട്. ഇപ്പൊ ഡോക്ടറിനെ കാണുകയും ആ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ടോ, അതോ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ഡോക്ടറിന്റെ ഉപദേശപ്രകാരമാണോ മരുന്ന് കഴിക്കുന്നേ? ഡോക്ടറെ കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞനുസരിച്ച് IQ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. രണ്ടാമത് ADHD അല്ലെങ്കിൽ ശ്രദ്ധക്കുറവും പിരിവിരിപ്പിൻ്റെയും പ്രശ്നമുണ്ട്. മൂന്നാമത് അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അപസ്മാരത്തിൻ്റെ മരുന്ന് മുടക്കരുത്, ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യണം. ഈ ശ്രദ്ധക്കുറവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യണം. പലപ്പോഴും നമ്മൾ കാണുന്നത് ഡോക്ടറിനെ വല്ലപ്പോഴും ഒരു വർഷത്തിലൊരിക്കൽ പോയി കാണുന്നു, മരുന്ന് അതേപോലെ കഴിക്കുന്നു, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നു. അങ്ങനെയല്ല, ഇടയ്ക്കൊന്ന് കാണിക്കണം. അതേപോലെ സ്കൂളിൽ പോയി ടീച്ചറിൻ്റെ നിന്ന് ഒരു ഫീഡ്ബാക്ക്, എങ്ങനെയാണ് കുട്ടി അവിടെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കണം. അതനുസരിച്ച് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ഒരു സ്പെഷ്യൽ ട്രെയിനിങ്, ഒരു 1-on-1 എന്ന് പറയും. ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഒരു വലിയൊരു ട്യൂഷൻ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ അയാളെ ഒറ്റയ്ക്കിരുത്തി ഒരു പർട്ടിക്കുലർ സമയം കൊടുത്ത് ആ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റാവുന്ന. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇത് പേരന്റിങ്ങിന്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്നതാ. നമുക്ക് ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ പല പേരൻസ് ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതിൽ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് അത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആകാം, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആകാം. അപ്പോൾ ഓരോ കുഞ്ഞിനും ഓരോ കഴിവായിരിക്കും ഉള്ളത്. അപ്പോൾ അത് മാതാപിതാക്കൾ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. ഒരു റാറ്റ് റേസ് ആണ്. എല്ലാവർക്കും അവരുടെ കുട്ടീനെ ക്ലാസ്സിൽ ഫസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് മാത്രമാണ്. പക്ഷേ ബാക്കിയുള്ള ഏരിയകളിലും ഫോക്കസ് ചെയ്യണം. അക്കാഡമിക്സ് വേണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബാക്കിയുള്ള ഏരിയയിൽ വേണം. അപ്പോൾ ഈ പല ഇൻ്റലിജൻസ് പറഞ്ഞില്ല, ഇതെങ്ങനെ മനസ്സിലാക്കുക? ട്രയൽ ആൻഡ് എറർ. നമ്മൾ പിന്നെയും ട്രൈ ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു 5-6 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പോർട്ടായാലും എന്തെങ്കിലും ഒരു ഗെയിം ആയാലും കൊണ്ടുപോവുക. ചിലപ്പോൾ ആദ്യത്തെ വളരെ മിസറബിളായി ഫെയിലാവും, സെക്കൻഡ് ഫെയിലാവും, തേർഡ് ഫെയിലാവും, 4ാമത് ഫെയിലാവും. പക്ഷേ ചിലപ്പോൾ 5ൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വാസന കാണും. അപ്പോൾ ആ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് ആരും ഒരു നാഷണൽ ലെവൽ ചാമ്പ്യനോ ഒരു ഫേമസ് മ്യൂസീഷ്യൻ ആക്കാനൊന്നുമല്ല, പക്ഷേ ആ കുട്ടിയുടെ കഴിവുകളുടെ മാക്സിമം ആക്കുക. അപ്പോൾ അതിനൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക, അതാണ് വേണ്ടത്. അതും പഠനവും സൈഡ് ബൈ സൈഡ് പോകണം. ഈ രണ്ടും കൂടി വേണം. പിന്നെ ഇതിൻ്റെ വേറൊരു എക്സ്ട്രീം ഉണ്ട്, ഭയങ്കര ഓവർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പേരൻസ്. അവർ കുട്ടികൾ വളരെ ചെറുതാകുമ്പോൾ തന്നെ അവരെ ചാമ്പ്യൻ ആക്കണം എന്ന് പറഞ്ഞ് വിടുക. അപ്പോൾ പല കേസുകളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ റിയാലിറ്റി ഷോകളൊക്കെ അതിലുള്ള പല കുട്ടികൾക്കും പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാണ്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഫോഴ്സ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കോമ്പറ്റീഷനിൽ ജയിക്കണം എന്നുള്ളൊരു എക്സ്ട്രീം പ്രശ്നം. അപ്പോൾ അങ്ങനെ അതും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2 എക്സ്ട്രീംസും ഉണ്ട്. എക്സ്ട്രീം അല്ല, ഭയങ്കര ഫോഴ്സ്ഫുള്ളും അല്ല, ഭയങ്കരമായിട്ട് ഫ്രീയും അല്ല, ഒരു മിഡിൽ പാത്ത് കൂടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഓപ്പർച്യൂണിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കുക. ചിലപ്പോൾ പരാജയപ്പെടും, പക്ഷേ അത് പരാജയം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെ മനസ്സിലാക്കണം. ബിക്കോസ് പല കുട്ടികൾക്കും പരാജയം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരാജയം തീർച്ചയായിട്ടും അറിയണം. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു പരാജയം ജീവിതത്തിൽ വരും, ആ സമയത്ത് തളർന്നു പോകരുത്.
അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരാജയത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജാണ് പേരൻസ് മക്കൾക്ക് കൊടുക്കേണ്ടത്. അതെ, മറ്റൊരു കാര്യം ഈ പറഞ്ഞതുപോലെ നമുക്ക് 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്മ TV വാങ്ങിക്കാം. പക്ഷേ നല്ലപോലെ കാശ് ചിലവാക്കിയാണ് ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പഠിച്ചിരിക്കണം, ഇവൻ 100 ഔട്ട് ഓഫ് 100 വാങ്ങിച്ചിരിക്കും. പക്ഷേ പലപ്പോഴും ഈ ഒരു പേരൻറ്റിനോട് നമ്മൾ ചോദിക്കുക, ഒരു കണക്കിനൊരു 40% മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ പേരൻറ്റിനോട് സാറിന് എത്ര മാർക്കാണ് 10ാം ക്ലാസ് കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹം പറയാം 17.5 മാർക്കാണെന്ന്. അപ്പോൾ ജനറ്റിക്കലിയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൂടെ പേരൻസ് ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? അല്ല, തീർച്ചയായിട്ടും ഇതൊരു ജനറ്റിക് 50% ജീൻസ് കിട്ടുന്നത് അച്ഛൻ്റെയും 50% അമ്മയുടേന്നുമാണ്. അപ്പോൾ ആ ജനറ്റിക് ആയിട്ടുള്ളൊരു ഇതുണ്ട്, IQ-ലായാലും ബുദ്ധിശക്തിയിലായാലും പഠന വൈകല്യത്തിലായാലും ഉണ്ട്. പക്ഷേ അതുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടി അടുത്ത ലെവലിൽ എത്തരുതെന്നല്ല. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ ചിലപ്പോൾ നമ്മൾ പറയാറില്ല, പല പേരൻസിൻ്റെ അടുത്ത് പറയാറില്ല, റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് കുറച്ച് വയ്ക്കുക. ഞാൻ പറഞ്ഞ തോക്കുക, സിംഗിൾ ഡിജിറ്റ് മാർക്ക് വാങ്ങിക്കുക, കുഴപ്പമില്ല എന്ന് പറയുകയല്ല. പക്ഷേ ഒരു സിംഗിൾ ഡിജിറ്റ് മാർക്ക് അല്ലെങ്കിൽ 0 കിട്ടുന്ന കുട്ടിക്ക് ഒരു 8ഓ 10ഓ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എൻകറേജ്മെൻറ്റ് കൊടുക്കാം. അപ്പം മിക്കവാറും ഒരു നെഗറ്റീവ് സൈക്കിളാണ് നടക്കുക. കുട്ടിക്ക് ശ്രദ്ധയില്ല, പഠിക്കാൻ പറ്റില്ല, മാർക്ക് കിട്ടുന്നില്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇത് വെച്ച് മരുന്ന് വെച്ചിട്ട് ശ്രദ്ധ കൂട്ടുക, കുട്ടിയുടെ കോൺഫിഡൻസ് കൂട്ടുക, സോ ദാറ്റ് കുട്ടി ഒരു പോസിറ്റീവ് സൈക്കിളിലും പഠനത്തോടൊരു താല്പര്യം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ചെയ്യും. നമുക്ക് തന്നെ ഒരു വ്യത്യാസം വരും. ഡോക്ടർ, ഒരു കോളറോടുണ്ട്. പാലക്കാട് നിന്ന് ബീനയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. പറയൂ. നമസ്കാരം. എൻ്റെ മോൻ 6 വയസ്സായി. മോൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ എഴുതി കാണിക്കുന്ന പോലെ തന്നെയാണ് തിരിച്ച് വായിക്കും ചില സംഗതികൾ. അതായത് 41 എന്ന് പറയുമ്പോൾ 14 എന്ന് തിരിച്ചു പറയും. അപ്പൊ ഫസ്റ്റ് ലെറ്റർ അവിടെയല്ലേ മോനെ ഇവിടെയാണ് തുടങ്ങും നമ്മൾ പറഞ്ഞു കൊടുത്താല് അപ്പൊ പറയും. പക്ഷെ പിന്നീടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കും. ഇതിൽ അക്ഷരങ്ങള് പ വ എന്നിവ മാറിപ്പോവാറുണ്ട്. അതുപോലെ തറ 7 വയസ്സായ കുട്ടിയാണോ? 7 വയസ്സാവാറായി. ഓക്കെ. അപ്പൊ ഈ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വായിക്കുന്നു അല്ലേ? വായിക്കുന്നുണ്ട്. അതേപോലെ ശ്രദ്ധക്കുറവുണ്ടോ? പഠിക്കാനിരിക്കും 5ഓ 10ഓ മിനിറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധ പോകുന്നുണ്ടോ? ശ്രദ്ധ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ കുറച്ച് നമുക്ക് ഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുള്ളൂ. പക്ഷേ പഠന വൈകല്യത്തിൻ്റെ ഒരു ലക്ഷണവും അതിൻ്റെ കൂടെ ശ്രദ്ധക്കുറവിൻ്റെ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്. അപ്പം അതൊന്നും നമുക്ക് പരിശോധിക്കണം. ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റ്, കുട്ടികളുടെ സൈക്യാട്രിസ്റ്റ് കാണുന്ന IQ ടെസ്റ്റ് നടത്താൻ നമ്മൾ എവിടെ പോകേണ്ടത്? അല്ല, അത് ഇപ്പോൾ നിങ്ങൾ പാലക്കാടാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മിക്ക എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഇങ്ങനത്തെ ഒരു അവൈലബിൾ ആണ്. അപ്പോൾ IQ ടെസ്റ്റ് മാത്രമല്ല, IQ ടെസ്റ്റ് ചെയ്യണം നമുക്കൊരു ആ കുട്ടിയുടെ ലെവൽ എത്രയാണെന്ന് അറിയാൻ. പക്ഷേ അതിൻ്റെ കൂടെ ആ ശ്രദ്ധക്കുറവും പരിഹരിക്കണം, കുട്ടിയുടെ പഠന വൈകല്യവും പരിഹരിക്കണം. ഇത് 3 ചെയ്താലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. അല്ലാണ്ട് ചില സമയത്ത് എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ അതിൽ വാശി പിടിച്ച് അതൊക്കെയാണ് ADHD എന്ന് പറയും. ശ്രദ്ധക്കുറവ്, പിരിവിരിപ്പ്, എടുത്തിയാട്ടം, വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധി. എല്ലാം വീടെത്തി കഴിഞ്ഞാല് നമ്മൾ പറയും, കാര്യമായിട്ട് പറയും, മോൻ എന്തിനാ അങ്ങനെ ചെയ്തു, എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും. മോൻ അങ്ങനെ ചെയ്തതായിരുന്നു, മറ്റുള്ളവർ മുമ്പിൽ മുങ്ങി മോശക്കാരനാവില്ലേ എന്ന് പറയുമ്പോൾ അവനെല്ലാം മനസ്സിലാവും ചെയ്യും സാർ. അല്ല, അപ്പൊ അതാ പറയുന്നത്. ഇതെന്താ അറിയോ, ഇവർക്ക് ആ മനസ്സിൽ വിചാരിക്കുന്നു അപ്പം നടക്കണം. അതാണ് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. മനസ്സിൽ വിചാരിക്കുമ്പോൾ അപ്പം നടക്കണം. അതിന്റെ പ്രത്യാഘാതങ്ങളോ അതിന്റെ കാരണങ്ങളോ ഒന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ ഈ 7 വയസ്സായ സ്ഥിതിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും എത്രയും പെട്ടെന്ന്. കേട്ടോ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പഠന വൈകല്യങ്ങൾക്കൊപ്പം ചില കുട്ടികൾക്ക് പെരുമാറ്റ വൈകല്യങ്ങളും ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ഇവർ ഈ പറഞ്ഞ അമ്മ പറഞ്ഞതുപോലെയുള്ള പല പെരുമാറ്റ വൈകല്യങ്ങളും ഇവർ കാണിക്കാം. പക്ഷെ കാണിക്കുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യം, ഒന്നെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് കുട്ടിയുടെ ശ്രദ്ധ കുറച്ച് നേരത്തേക്ക് തിരിക്കുന്നു. ഇത് ശരിയായ ഒരു പ്രവണതയാണ്. ഒട്ടും ശരിയായ ഒരു രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ TV-യോ അല്ലെങ്കിൽ കാർട്ടൂൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പല അച്ഛനമ്മമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു മൊബൈലിൽ ഒരു കാർട്ടൂൺ കാണിച്ചാലേ പറ്റുള്ളൂ. പിന്നെ അത് കുട്ടിക്ക് ഒരു ലേൺഡ് ബിഹേവിയറോ, അതില്ലാണ്ട് കുട്ടിക്ക് പറ്റില്ല. 2, ഒരിക്കലും ഒരു മൊബൈൽ ഫോണും ഒരു സ്മാർട്ട് ഫോണും ഒരു 10-18 വയസ്സാവുന്നവരെ വാങ്ങിച്ചു കൊടുക്കരുത്. മിക്കവാറും നമ്മൾ കാണുന്നത് അച്ഛനമ്മമാർക്ക് ഒരു സാധാ ഫോണായിരിക്കും, കുട്ടികൾക്ക് 20,000, 30,000, 40,000 ഓർ അതിലും വില കൂടിയ സാധനമായിരിക്കും. മിക്ക പ്രശ്നങ്ങളും മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, മിക്കതും അവസാനിക്കുന്നു അത് വെച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദ്യം വരാറുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടിക്കും ഉണ്ട്. എല്ലാ കുട്ടിക്കും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ പല സ്കൂളുകളിലും ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പ്രിൻസിപ്പൽസ് കാണിക്കാറുണ്ട്, അവിടെ കോൺഫിസ്കേറ്റ് ചെയ്ത ഫോണുകൾ ഒരു വലിയ പെട്ടിയിലായിരിക്കും അതുണ്ടാവുക. മിക്കവാറും കാണുന്നത് അച്ഛനമ്മമാർ വന്ന് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, ഡെന്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് വേണ്ടിയായിരുന്നു, കുട്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. കുട്ടി എവിടെയാണെന്ന് അറിയാൻ എല്ലാ സാധനം ഒഴികെ ബാക്കി എല്ലാം കുട്ടികൾ ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾ നമ്മളെക്കാട്ടും
ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഈ ADHD ശ്രദ്ധക്കുറവും പിരിവിരിപ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ സാധനങ്ങൾ കൊടുക്കുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പെട്ടെന്ന് സന്തോഷം കിട്ടുന്നത്. ഇപ്പോൾ ഒരു കാർട്ടൂൺ കണ്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീൻ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സന്തോഷം. ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് ഗെയിം, ഇപ്പോൾ ഈ PUBG തുടങ്ങിയ ഗെയിമുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇമ്മീഡിയറ്റ് സന്തോഷമാണ് കിട്ടുന്നത്. അപ്പം ഒരു വെടിവെക്കുന്നു, ഒരാൾ വീഴുന്നു, പോയിന്റ് കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, പിന്നെ അത് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ ലൈഫ് അത്ര ഫാസ്റ്റ് അല്ല, ലൈഫ് സ്ലോ ആണ്. അപ്പോൾ ഈ സ്ലോ ലൈഫിനോട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പല പ്രശ്നങ്ങളും, ഫ്രസ്ട്രേഷനും റെസ്റ്റ്ലെസ്നെസ്സും. അതേപോലെ ഇത് മാറ്റാൻ വേണ്ടി ചില ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ വളരെ ഇപ്പോൾ 18-20 വയസ്സൊന്നുമല്ല, 10-12 വയസ്സിലൊക്കെ കുട്ടികൾ ഈ ലഹരി പദാർത്ഥങ്ങളോട് പോകുന്നത് കാണാം. കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന മദ്യപാനോ പുകവലിയല്ല, കഞ്ചാവാണ് കാണുന്നത്. അത് വളരെ റാമ്പൻ്റാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂൾ തൊട്ട് ഏറ്റവും മോശം സ്കൂൾ, ഒരു സോഷ്യോ എക്കണോമിക് ഡിവൈഡൊന്നുമില്ല, ഏറ്റവും ഹയസ്റ്റ് തൊട്ട് ഏറ്റവും ലോവസ്റ്റ് വരെ കാണുന്നതാണ്. അത് നമ്മുടെ ബ്രെയിനിൽ ഇർറിവേഴ്സിബിൾ ഡാമേജാണ് ചെയ്യുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇത് ന്യൂ ഏജ് അഡിക്ഷൻസ് എന്നാണ് പറയുക. ഈ ലഹരി പദാർത്ഥങ്ങളല്ല, ഈ മറ്റേ ഗെയിമിങ്, അതേപോലെ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇപ്പോൾ അതൊന്നും അല്ല. ഇപ്പം അത് കുട്ടികളൊന്നും ഇതല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ അപ്പുറമുള്ള പല സ്നാപ്ചാറ്റ്, അങ്ങനെ പല വേറെ ടംബ്ലർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് പോകും. അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, അതൊക്കെ അച്ഛനമ്മമാർ അറിയണം. അവരാണ് ലാസ്റ്റ് പേഴ്സൺ ടു നോ. അതങ്ങനെ ആവരുത്. ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ചിലപ്പോൾ പറ്റില്ല, നമുക്കത് മുഴുവൻ മാറ്റാൻ പറ്റില്ല, പക്ഷേ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇത് അമിതമായി ഉപയോഗിച്ച് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പരിഹരിക്കണം. അഡിക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് ഈ ADHD, ശ്രദ്ധക്കുറവും പിരിവിരിപ്പും വാശിദേഷ്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അപ്പോൾ അവരൊരു വിർച്വൽ വേൾഡിലേക്കാണ് റിയൽ വേൾഡിൽ നിന്ന് മാറുന്നത്. അപ്പോൾ അവരുടെ കൂട്ടുകാർ സ്വിറ്റ്സർലൻഡിൽ ടൂറിന് പോയി ആ ഫോട്ടോ ഇട്ടു, അപ്പോൾ എനിക്കത് പോകണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് അഡിക്ഷനിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഈ വെടിവെച്ച് ആ ശത്രുവിനെ ഇടുമ്പം ഇവനൊരു നല്ല മാനസികാവസ്ഥ. പക്ഷേ ഇതേപോലുള്ള കുഞ്ഞുങ്ങളായിരിക്കാം ചിലപ്പോൾ വളർന്നു വരുമ്പോൾ നടു റോഡിൽ പെട്രോൾ ഒഴിച്ചൊരു ഒരു സ്ത്രീയെ കത്തിക്കുക എന്ന് പറയാം. അപ്പോൾ മറ്റൊരാളുടെ കരച്ചിൽ കേട്ടാൽ പോലും അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ പോവില്ലേ? എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ഒരു ചെറിയൊരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ്, ഓൾറെഡി ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന ഒരാൾക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാനും കളിക്കാനും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പുഷ് ചെയ്യുന്ന പോലെയാവും. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസാണ് റോൾ മോഡൽ ആവേണ്ടത്. മിക്ക വീട്ടുകളിലും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കില്ല. കഴിക്കുമ്പോൾ എല്ലാവരും മൊബൈലിലായിരിക്കും നോക്കുന്നുണ്ടാവുക, മുഖത്തോട് മുഖം പോലും നോക്കില്ല. അപ്പോൾ പല വീട്ടുകളിലും പറയുന്നത് ആർക്കും സമയമില്ല, അപ്പോൾ ഞങ്ങളുടെ മൊബൈലിലാണ്. അപ്പം ആ സമയമെങ്കിലും അച്ഛനമ്മമാർ അവരുടെ മൊബൈൽ മാറ്റി വയ്ക്കുക, ടി വി ഓഫാക്കി വെക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. പല ഫാമിലീസും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങൾ. അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു ഹാഫ് നോളജോ പകുതി നോളജോ തെറ്റോ വിവരമില്ലായ്മയൊക്കെ പഠിക്കും, അതൊക്കെ ചെയ്യും. ഒരു കോളർ വെയിറ്റിംഗിലുണ്ട്, ഷീന എടപ്പാളിൽ നിന്ന്. ഷീന, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എടപ്പാളിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോൻ 9th പഠിക്കുന്നത്. പറയൂ. അവന് 14 വയസ്സായി. അവന് എന്താ പറയാ, ഒരു കോൺസെൻട്രേഷൻ കുറവാണ് ആൾക്ക്. പിന്നെ ഒരു ഭാഗത്ത് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഇല്ല, ഇരുന്ന് എഴുതി പഠിക്കുകയോ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ടീച്ചേഴ്സ് പറയുന്നത് ആള് ടോപ്പാണ്, ബ്രില്യന്റ് ആണ്, ആളത് ക്ഷമയോടെ കൂടി ഇരിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ. ടീച്ചേഴ്സ് ക്ലാസ്സിൽ എഫിഷ്യന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടോ? മാർക്കുകൾ കുറഞ്ഞു വരുന്നുണ്ടോ? കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആള് മാക്സിമം ആയിട്ടാണ് ആൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വരുന്നത്. അല്ല, എല്ലാ സബ്ജക്റ്റിലും ചില സബ്ജക്റ്റിൽ കൂടുതലും കുറവല്ലേ? ചില സബ്ജക്റ്റിൽ കൂടുതൽ മാർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നല്ല മാർക്കും അല്ലാത്ത സബ്ജക്റ്റ് കുറഞ്ഞു വരിക അല്ലേ? IT മാത്സ് ആണ് സ്കോർ ചെയ്യാറ്. അതുകൊണ്ട് ആള് കോൺസെൻട്രേറ്റ് ചെയ്ത് 10 മിനിറ്റ് ഇരുന്നാൽ ആള് നന്നായി സ്കോർ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ ടീച്ചേഴ്സ് പറയുന്ന ആള് ഇരിക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇതുവരെ ആരെങ്കിലും കാണിക്കോ ചികിത്സിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്, വളാഞ്ചേരിയിലുള്ള ഒരു കാണിച്ചിട്ടുണ്ട്. എപ്പോഴും കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, കൗൺസിലിംഗ് മാത്രമല്ല, നമുക്ക് ശ്രദ്ധ വെറും കൗൺസിലിംഗ് വെച്ച് മാത്രം കൂടില്ല. അപ്പോൾ ഈ കുട്ടി നിങ്ങൾ പറഞ്ഞനുസരിച്ച് 5-10 മിനിറ്റ് ശ്രദ്ധ കിട്ടുന്നുള്ളൂ. അതിന് വെറും ഉപദേശം കൊടുത്താൽ മാത്രം കാര്യമില്ല. അയാളുടെ ഈ ADHD ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അയാൾക്ക് ശ്രദ്ധ കിട്ടാത്തത്. അപ്പോൾ നമുക്ക് വേണ്ടത് ചില മെഡിസിൻസ് ഉണ്ട് ശ്രദ്ധ കൂട്ടാൻ. ശ്രദ്ധ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടി സമയം ഇരിക്കാൻ പറ്റും, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ പറ്റും, അതേപോലെ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒന്നാമത് 14 വയസ്സെന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സായി. അപ്പോൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ പോർഷൻസും സിവിയറിറ്റിയും കൂടുന്ന സമയത്ത് നമ്മൾ അടിയന്തരമായി ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച്
മരുന്ന് വേണമെങ്കിൽ അതും കൂടി ഒന്ന് തുടങ്ങണം. വെറും ഉപദേശം വെച്ച് മാത്രം മാറില്ല. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുക. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഡോക്ടർ ഇനിയും വരണം. എന്തു തന്നെയായാലും ഈ കുഞ്ഞുങ്ങൾക്ക് പല മഹാന്മാരും ഇത് അനുഭവിച്ചിട്ടുള്ളവരാണ്. തോമസ് ആൽവ എഡിസൺ ഉൾപ്പെടെയുള്ള. പക്ഷെ അവർ ലോകത്തെ മാറ്റിമറിച്ച ഒരു ചരിത്രത്തിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും പേരൻസിനും നമ്മുടെ സമൂഹത്തിനും ഒരു റോളുണ്ട് ഈ കുഞ്ഞുങ്ങളെ നന്നാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ ഡോക്ടർ വളരെ നന്ദി. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും. നമസ്കാരം. You are watching 24 from News Headquarters,